അച്ചാറിന് ഉപയോഗിക്കാൻ മാറ്റിവെച്ച പഴയ വസ്തുക്കൾ മലപ്പുറം ഫുഡ് സേഫ്റ്റി ഓഫീസർ നശിപ്പിച്ചു. അച്ചാർ നിർമ്മാണശാല തുടങ്ങുന്നതിന് വാഴക്കാട് മണന്തലക്കടവ് മേച്ചിരി വീട്ടിൽ കൊണ്ടുവച്ച അഴുകിയതും വൃത്തിഹീനവുമായ അച്ചാർ സാധനങ്ങളാണ് മലപ്പുറം ഫുഡ് സേഫ്റ്റി ഓഫീസർ നശിപ്പിച്ചത്. അച്ചാർ നിർമ്മാണശാലക്കാർ തുടങ്ങാൻ വേണ്ടി കൊണ്ടുവച്ച വസ്തുക്കളിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം വന്നപ്പോൾ മണന്തലക്കടവ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവിടെ പരിസരവാസികൾ നിരീക്ഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കണ്ടത്. ഇതിനെ തുടർന്ന് വാഴക്കാട് എച്ച്.ഐക്കും മലപ്പുറം ഫുഡ് സേഫ്റ്റി ഓഫീസർക്കും നാട്ടുകാർ പരാതി നൽകിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം വന്ന് പരിശോധിക്കുകയായിരുന്നു ഓഫീസർമാർ. വാഴക്കാട് പഞ്ചായത്തില് മണന്തലക്കടവ് എന്ന സ്ഥലത്ത് 5-ാം വാർഡിലെ ഒരു പഴയ വീടിന്റെ മുറ്റത്ത് ധാരാളം പ്ലാസ്റ്റിക് ബാരലുകളായിട്ട് ഉപയോഗശൂന്യമായ ഉപ്പിലിട്ടതും അച്ചാറുകളും സൂക്ഷിച്ചതായിട്ട് ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നു നോക്കുമ്പോൾ ധാരാളം ബാരലുകളായിട്ട് ഏകദേശം 90 കിലോഗ്രാമിന്റെ 12 ബാരലിലും 175 കിലോഗ്രാമിന്റെ 3 ബാരലിലുമായിട്ട് ഉപ്പിലിട്ടതും അതുപോലെ അച്ചാറും ധാരാളമായിട്ട് സൂക്ഷിച്ചതായി കാണുന്നു. ഇതെല്ലാം നേരത്തെയുള്ള സ്ഥാപനത്തിൽ നിന്നും ഒഴിവാക്കിയത് സൂക്ഷിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതിലെല്ലാം ധാരാളം ഫംഗസും പൂപ്പലും ബാധിച്ച് എല്ലാം ഉപയോഗശൂന്യമായ രീതിയിലാണ്. കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഹാനികരമായ രീതിയായതുകൊണ്ട് ഇതിന്റെ FBI വിളിച്ചു വരുത്തിയിട്ട് അതിന്റെ കസ്റ്റമർ കെയർ നമ്പറിൽ ഒരാളെ വിളിച്ചു വരുത്തി ഇവിടെ സ്റ്റോക്കുള്ള എല്ലാ ഐറ്റംസ് നമ്മൾ പെനോയിൽ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാവുന്ന കോലത്തിലല്ലാതെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി അവിടെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് തൊട്ടടുത്ത ദിവസം നമ്മൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇത്തരത്തിൽ കാണുന്ന തെറ്റായ രീതിയിലുള്ള ഫുഡ് ബിസിനസ് രീതികളെ പ്രോത്സാഹിപ്പിക്കില്ല. തീർച്ചയായും അവർക്ക് കർശന നടപടി സ്വീകരിക്കും. ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ള പാക്ക് ചെയ്ത ഐറ്റംസ് ഇതെല്ലാം ഈ ഫംഗസ് ബാധിച്ചൊക്കെ നശിപ്പിച്ചു. ഇനി ബാക്കി ഒരു പാക്ക് ചെയ്ത കുറെ ഉൽപ്പന്നങ്ങളുണ്ട്. അതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ സാമ്പിളിന്റെ റിസൾട്ട് കൂടി ലഭ്യമാകുന്നവർക്ക് ബാക്കിയുള്ള തുടർ നടപടി സ്വീകരിക്കും. അപ്പോൾ വാഴക്കാട് മണന്തലക്കടവ് റെസിഡൻസ് അസോസിയേഷന്റെ കമ്മിറ്റി ഇന്നലെ രൂപീകൃതമായി. അതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയ്ക്ക് ഈ മണന്തലക്കടവ് ഏരിയയിൽ ഒരു പുതിയ അച്ചാർ കമ്പനി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ പരിസരവാസികളായ 1-2 പേര് അത് വളരെ രൂക്ഷമായ ഗന്ധം സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടും അവിടെ ശ്വാസകോശ രോഗമുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടും സ്ഥലം പരിശോധിച്ചതിൽ വളരെ അപകടകരമായ രീതിയിലുള്ള അച്ചാർ നിർമ്മാണമാണ് സ്ഥലത്ത് നടക്കുന്നത് മനസ്സിലായി. ഇത് ഹെൽത്ത് ഇൻസ്പെക്ടറെയും ഫുഡ് സേഫ്റ്റി ഓഫീസറെയും അറിയിച്ചത് പ്രകാരം അവർ സ്ഥലത്ത് വന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് വളരെ പഴകിയ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഈ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരം അത് നശിപ്പിക്കുന്നുണ്ട്. സ്ഥലത്ത് ഉള്ള എല്ലാ റോ മെറ്റീരിയൽസും നശിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞ പ്രകാരം നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഉപദ്രവകരമായ സാധനം ഇവിടുന്ന് നീക്കം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യാൻ, ഒരു സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യാൻ ഓഫീസർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപ്രകാരം അതിന്റെ ഉടമസ്ഥനായ സുൽഫിക്കർ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശത്തിന് ഉപദ്രവകരമായ രീതിയിലുള്ള ഈ അച്ചാർ കമ്പനി സ്ഥലത്ത് തുടരാൻ അനുവദിക്കില്ല എന്ന് പ്രദേശവാസികൾ ഏതായാലും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു മാസത്തിലധികമായിട്ട് ഇവിടെ തുടങ്ങുന്നു എന്ന് കേട്ടിരുന്നു. അന്ന് എല്ലാവരോടും പറഞ്ഞിരുന്ന ചെറിയ ഒരു അച്ചാർ കമ്പനി. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പ്രദേശവാസികൾ കരുതിയത് വളരെ ചെറിയൊരു അച്ചാർ കമ്പനി, കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അച്ചാർ കമ്പനി എന്നായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് വന്ന് പരിശോധിച്ച സമയത്ത് വളരെ അപകടകരമായ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ കണ്ടത്. വളരെ പഴകിയതും രൂക്ഷഗന്ധമുള്ളതുമായതാണ് ഈ പ്രദേശവാസികൾക്കും പ്രദേശത്തെ കിണറുകൾക്കും ഒക്കെ അപകടം സൃഷ്ടിക്കാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് പ്രകാരം അത്തിക്ക് സമീർ ഇവരൊക്കെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും ഫുഡ് സേഫ്റ്റി ഓഫീസറുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം അവർ സാധനങ്ങൾ നശിപ്പിക്കാൻ അതിന്റെ ഉടമ സമ്മതിച്ചിട്ടുണ്ട്.